നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നിസ്സാരമെന്ന് കരുതുകയും എന്നാൽ അതീവ ഫലവത്തായിട്ട് മനസ്സർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതീവ ഫലവത്തായിട്ട് ഒരുപാട് അത്ഭുത മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം. അതായത് ഗണപതി ഹോമം, ഭഗവത് സേവ. ഇത് വിധിപ്രകാരം നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ. ആദ്യം നമുക്ക് ഗണപതി ഹോമത്തിലേക്ക് കിടക്കാം. പഴയ കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ഉന്നതിക്കായിട്ട്, ഭാഗ്യവർദ്ധനവൊക്കെ ആയിട്ട് 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ എല്ലാവരും വീടുകളിൽ അവൻ്റെ നാളിനോ അല്ലെ മലയാള മാസം 1-ാം തീയതിയോ വിശേഷ കുട്ടികളുടെയൊക്കെ പിറന്നാളിനോ ഒക്കെ വീട്ടിൽ വെച്ച് ഗണപതി ഹോമം, ഭഗവത് സേവയും ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പം ചെയ്യുന്നുണ്ട്, എന്നാലും ജീവിത ചെലവുകളും മറ്റും കൂടുതലായിട്ട് കൂടുതലും വ്യക്തികൾ ക്ഷേത്രങ്ങൾ ചെയ്യുകയാണ് പതിവ്. പക്ഷേ നമുക്കൊരു ഹോമം, ഒരു പൂജയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ വെച്ച് നമ്മൾ ചെയ്യണം. വീട്ടിൽ ചെയ്യുന്ന ഒരു ഫലം നമ്മുടെ ഭൂമിയിൽ ചെയ്യുക. പഞ്ചഭൂതാത്മകമായിട്ടാണ് നമ്മൾ എന്തൊരു പൂജയായാലും നമ്മൾ ചെയ്യുക. പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാണ്? ആകാശം, വായു, മണ്ണ്, ജലം, ഭൂമി, അല്ലേ? അപ്പം നമ്മൾ ആ പഞ്ചഭൂതാത്മകമായിട്ട് വർണ്ണങ്ങളാണ് നമ്മളൊരു പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്? മഞ്ഞപ്പൊടി, അരിപ്പൊടി, കരിപ്പൊടി, പച്ചപ്പൊടി, പിന്നെ ചുമലപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുണ്ണാമ്പും മഞ്ഞളും ചേർത്ത ഇതൊക്കെ നാച്ചുറൽ കളേഴ്സാണ്. ഇത് ചേർത്തിട്ടാണ് നമുക്ക് ഈ പത്മങ്ങളൊക്കെ ലേഖനം ചെയ്ത പൂജകളൊക്കെ കഴിയുക. അപ്പം പഞ്ചഭൂതാത്മകമായിട്ട് നമ്മളൊരു ഷഡാധാര ഒരു ഷഡ്പീഠ പൂജയായിട്ട് നമ്മുടെ വസ്തുവിൽ ചെയ്യുമ്പോൾ ആ ഹോമിക്കുന്ന ദ്രവ്യങ്ങൾ, ഒരു ഗണപതി ഹോമം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഉദയ സമയം കൊണ്ട് ഗണപതി ഹോമം കഴിയണം എന്ന് പറയും. അത് ശരിയാണ്. എന്നിരുന്നാലും ഉദയം തുടങ്ങി 11 മണിക്ക് ആവായിട്ട് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഗണപതി ഹോമം നമുക്ക് ചെയ്യാം. ഗണപതി ഹോമത്തിനകത്ത് ഒരുപാട് ദ്രവ്യങ്ങൾ നമ്മൾ ഹോമിക്കും. ഗണപതി ഹോമത്തിൻ്റെ നമുക്ക് കൽക്കണ്ടം, മുന്തിരിങ്ങ, അവല്, മലര്, പിന്നെ കരിമ്പ്, കദളിപ്പഴം, പറ്റുമെങ്കിൽ ആപ്പിള്, മുന്തിരി, ഓറഞ്ച്, അതുപോലെ മാതള നാരങ്ങയായ, ചെറുനാരങ്ങയായ ഒക്കെ നമ്മൾ എടുത്ത് നമുക്ക് ഉണ്ണിയപ്പം, അട സഹിതമായിട്ട് അഷ്ടദ്രവ്യമായിട്ട് ഗണപതി ഹോമം കഴിക്കുന്നുണ്ട്. സാധാരണഗതി ഗണപതി ഹോമം വൈകിട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ നാളികേരം അരിഞ്ഞുകൂട്ടി അവലും മരുമൊക്കെ മാത്രമായിട്ട് ചുമ്മാ കുഴച്ച് ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. അപ്പം ഗണപതി ഹോമം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സർവാഭിഷ്ട സിദ്ധിക്കായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തേങ്ങാപ്പൂളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹോമിക്കുക. പിന്നെ നമുക്ക് വിത്ത് അല്ലെങ്കിൽ നെല്ല് നമ്മൾ സമൃദ്ധി മന്ത്രം കൊണ്ട് നമുക്ക് സമൃദ്ധി ഉണ്ടാവുന്നതിനായിട്ട് ഹോമിക്കും. എള്ള് നമ്മൾ ഹോമിക്കുന്നത് ഗായത്രി മന്ത്രം കൊണ്ട് ഹോമിക്കുന്നുണ്ട്. ശനിദോഷം, ശത്രുദോഷ ശാന്തിക്കായിട്ട്, സുഹൃതക്ഷയം മാറുന്നതിനായിട്ട് ഒക്കെ നമ്മൾ എള്ള് ഹോമിക്കാറുണ്ട്. നെയ്യ് ഹോമിക്കുന്നതും സുഹൃത വർധനവിനായിട്ടാണ്, സുഹൃതം ഉണ്ടാവാനായിട്ടാണ്. കറുക ആയുസ് ദോഷം മാറുന്നതിനായിട്ട്, നമുക്ക് ആഗ്രഹിച്ച വസ്തുക്കൾ നേടിയെടുക്കുന്നതിനായിട്ട് ഒക്കെ ആയിട്ട് നമ്മൾ രാജഗോപാല മന്ത്രം കൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ സ്വയംവര മന്ത്രം കൊണ്ട് ഒക്കെ നമുക്ക് നാരി കളഞ്ഞ് തെറ്റിപ്പ് ഹോമിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുക്കുറ്റി ഹോമിക്കാറുണ്ട്. പഞ്ചസാര ജീവിതം മധുരപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാൻ പഞ്ചസാര ഹോമിക്കാറുണ്ട്. അതേ പഞ്ചസാര കൊണ്ട് തന്നെ നമുക്ക് നരസിംഹമൂർത്തി മന്ത്രങ്ങൾ, ശത്രുദോഷം മാറുന്നതിനായിട്ട് നമുക്ക് നരസിംഹമൂർത്തി മന്ത്രം കൊണ്ട് പഞ്ചസാര ഹോമിക്കാറുണ്ട്. അതുപോലെ കുവളച്ചമത ഹോമിക്കാറുണ്ട്, ചാൻചമത ഹോമിക്കാറുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹവിസ്, പിതൃപ്രീതിക്കായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ അരി നമ്മൾ ഹോമിക്കും, ഹവിസ് ഹോമിക്കും. ഇതൊക്കെ പിതൃപ്രീതികരമായിട്ട് ഹോമിക്കുന്ന ഒരു ഗണപതി ഹോമം ചെയ്യുമ്പോൾ ഒരുപാട് ദേവതാ സങ്കല്പങ്ങളുടെ ഒരു ഗണപതി ഹോമം നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ദേവീ ദേവതാ സങ്കല്പങ്ങളുടെ അനുഗ്രഹം നമുക്ക് സിദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും അവസാനം നമ്മൾ കണ്ണൻ ചിരട്ടയും മൂക്കം ചിരട്ടയൊക്കെയാണ് നമുക്ക് തൃഷ്ടിപ്പ് മന്ത്രം കൊണ്ടൊക്കെ നമ്മൾ ഹോമിച്ചിട്ടാണ് നമുക്ക് ആ ഗണപതി ഹോമത്തെങ്കിൽ നമുക്ക് അവസാനം നമുക്ക് വിഭൂതിയൊക്കെ എടുത്ത് അതിൻ്റെ പ്രസാദമായിട്ട് നമ്മൾ ഇടുകയൊക്കെ ചെയ്യും. അത്രയും ദ്രവ്യങ്ങൾ നമ്മൾ ഹോമിക്കുമ്പോൾ എല്ലാ ഭഗവാന്മാരുടെ അനുഗ്രഹം കിട്ടുന്ന ഒരു പൂജാവിധാനം വേറെ ഇല്ലെന്ന് പറയാം. ഇപ്പോൾ രാവിലെ നമ്മൾ ഗണപതി ഹോമം കഴിഞ്ഞ ശേഷം വൈകുന്നേരം പഴയ കാലത്തൊക്കെ ഇല്ലങ്ങളിൽ ചെയ്യുമ്പം അന്ത്യസ്കാരം എന്നാണ്, അല്ലെ അന്ത്യ നമസ്കാരം എന്ന രീതിയിലാണ് ഭഗവത് സേവ നമ്മൾ ചെയ്യുന്നത്. പഴയ കാലത്ത് കുട്ടികളൊക്കെ ഉപനയനമൊക്കെ 3 വർഷമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നിത്യം നമുക്ക് അത് മറക്കാതിരിക്കാനായിട്ട് ഗണപതി ഹോമം, ഭഗവത് സേവയൊക്കെ എന്നും ചെയ്തു വന്നിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഇല്ലങ്ങളൊക്കെ വളരെ കുറവാണ്. എന്നിരുന്നാലും നമുക്ക് വൈകുന്നേരം നമുക്ക് ഭഗവത് സേവ ചെയ്യുമ്പോൾ പടിഞ്ഞാട്ട് ദർശനമായിട്ട് ഇരുന്നാണ് ഭഗവത് സേവ നമ്മൾ ചെയ്യുക. 5 തിരി നമുക്ക് ഇട്ട് നമുക്ക് അഷ്ടദള പത്മം വരച്ചിട്ട് ഗുരുവിനും ഗണപതിക്കും സ്വസ്തികമായിട്ടോ അല്ലെങ്കിൽ അരിയും നെല്ലും ചേർത്ത് അക്ഷതവും കുറുമ്പലും പൂവിട്ട് അതിൻ്റെ മുകളിൽ വിളക്ക് വെച്ച് ഗുരുവിനും ഗണപതിക്കും വിളക്ക് വെച്ച് നടുക്ക് അഷ്ടദളവോ സ്വസ്തിക പത്മമോ വരച്ചിട്ട് കിഴക്ക്
തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, കിഴക്ക് വടക്കേ ദിക്കിലേക്ക്, അതായത് ഈശാന കോണിലേക്ക് ഒരു തിരിയും കൂടി ഇട്ടിട്ട് അങ്ങനെ 5 തിരി ഇട്ടിട്ട് നമുക്ക് ഭഗവതി സേവ നമ്മൾ ചെയ്യാറുണ്ട്. ഭഗവതി സേവ നമ്മൾ ഷഡ്പീഠ പൂജയായിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ദേശുദ്ധി ശംഖുപൂർണാത്മാരാധനയെ കഴിഞ്ഞിട്ട് പീഠം കൽപ്പിച്ച് രക്ഷിച്ച് മൂർത്തി ആവാഹിച്ച് ഭഗവതിയൊക്കെ ആവാഹിച്ച് 2ാമത്തെ മണിയാകുമ്പോൾ പായസം, പാൽപ്പായസം, വെള്ള നിവേദ്യമൊക്കെ നിവേദിച്ച് അത് കഴിഞ്ഞിട്ട് 3ാമത്തെ മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ത്രിമധുരം പിന്നെ ഉപാധി നിവേദ്യങ്ങളൊക്കെ കൊടുത്ത് ഭഗവതിക്ക് പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിട്ടാണ് നമ്മളെല്ലാവരുടെയും പെരുന്നാളുമൊക്കെ പറഞ്ഞിട്ട് സഹസ്രനാമങ്ങൾ കൊണ്ട് ദൈവാത്മ്യം 11ാം അധ്യായം കൊണ്ട് ദൈവാത്മ്യം 7ാം അധ്യായം 4ാം അധ്യായം ഒക്കെ എടുത്ത് പുഷ്പാഞ്ജലി കഴിച്ച് നമുക്ക് കനകധാര സ്തോത്രം ഒക്കെ ജപിച്ചിട്ട് ആണ് നമ്മൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് ഏറ്റവും അവസാനം നമ്മൾ പൂർണ്ണ പുഷ്പാഞ്ജലിയും പെരുമാർപ്പണവും ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് പൂജ കർപ്പൂരം കത്തിച്ച് നമുക്ക് പൂജ മുഴുവിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഭഗവത് സേവ ചെയ്യുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്നതിനായിട്ട്, സ്ത്രീകളുടെ പ്രാർത്ഥനകൾ പൂർണ്ണമായിട്ട് ഫലവത്താവുന്നതിനായിട്ട്, അതുപോലെ ദൈവാത്മ്യത്തിൽ പറയുന്നത് ദേവിയിൽ നിന്നാണ് ലോകം പോലും ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ദേവി പ്രീതി സിദ്ധിക്കുന്നതിനായിട്ടൊക്കെ ഒരു ഭഗവത് സേവ നമുക്ക് സാധിക്കും. ഒരു ക്ഷേത്രത്തിൽ ചെയ്യുന്നതിൽ നമുക്കൊരു കർമ്മം ചെയ്യുന്നതിലും ഇരട്ടി, ചിലപ്പോൾ 4 ഇരട്ടി ഫലമാണ് നല്ല ഒരു കർമ്മിയെ കൊണ്ട് നമ്മുടെ വീട്ടിൽ വെച്ചൊരു ഭഗവത് സേവ ചെയ്യുമ്പോൾ. അത് എത്ര വിശേഷപ്പെട്ട് ചെയ്യാമോ അത്രയും വിശേഷപ്പെട്ട് നമ്മൾ ചെയ്യുക. ഭഗവത് സേവ തന്നെ നമുക്കൊരു ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഒരു വിളക്ക് മാത്രം വെച്ച് നമുക്ക് ചെയ്യാം. വിപുലമായിട്ട് ഭഗവതിയുടെ രൂപങ്ങൾ, ഭഗവതിയുടെ ചിത്രങ്ങളൊക്കെ ലേഖനം ചെയ്ത് അത് മുളക് ഇടാത്ത ഉഴുന്നുവട, ഉണ്ണിയപ്പം, അട, തിരളി, കടുംപായസം, സാധാരണ പായസം, ഇടിച്ചുപിഴിഞ്ഞു പായസം, ഗുളാന്നം, പാൽപ്പായസം, വെള്ള നിവേദ്യം, എള്ളുണ്ട, അങ്ങനെയുള്ള പല ദ്രവ്യങ്ങൾ, എത്ര ദ്രവ്യങ്ങൾ ഭഗവതിക്ക് കൂടുതലായിട്ട് കൊടുക്കാം. കരിക്ക്, നാരി കളഞ്ഞ പാക്ക്, അങ്ങനെയുള്ള വെറ്റില, അങ്ങനെയുള്ള എന്ത് ദ്രവ്യം ഭഗവതിക്ക് കൊടുക്കുന്നു, നമ്മൾ എന്ത് ഭഗവതിക്ക് നമ്മൾ കൊടുത്താലും എൻ്റെ 4 ഇരട്ടിയായിട്ട് ഭഗവതി അത് നമുക്ക് തിരിച്ചു തരുമെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ഓരോ ദ്രവ്യങ്ങൾ കൊടുക്കുമ്പോഴും ഓരോ ഗുണങ്ങളാണ്. അന്നലാഭം ഉണ്ടാവുക, വസ്ത്രലാഭം ഉണ്ടാവുക, ആഭരണ ലാഭം ഉണ്ടാവുക, കാര്യവിജയം ഉണ്ടാവുക, ഇങ്ങനെ പല സങ്കല്പങ്ങളാണ് ഭഗവതിക്ക് ഓരോ നിവേദ്യങ്ങൾ കൊടുക്കുമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്രത്തോളം നമുക്ക് ഫലവത്തായിട്ടൊരു പൂജ നമുക്ക് ഒന്ന് ആലോചിച്ച് നമ്മുടെ അന്തരീക്ഷത്തിൽ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഗൃഹ അന്തരീക്ഷത്തിൽ ചെയ്യുകയാണെങ്കിൽ 100% അതിൻ്റെ ഒരു ഫലപ്രാപ്തി നമുക്ക് ഉണ്ടാവും. അത് ചെയ്യുന്ന കർമ്മയുടെയും കൂടെ ആ മനസ്സ് അനുസരിച്ചിരിക്കും. നമുക്ക് ദക്ഷിണ കണക്ക് പറഞ്ഞ് വാങ്ങിക്കാൻ പാടില്ല എന്ന് പറയും ഏതൊരു കർമ്മത്തിനും. ചെയ്യുന്ന കർമ്മയായാലും മനസ്സർപ്പിച്ച് ഒരു ഭഗവത് സേവ, ഒരു ഗണപതിയും ഒരാൾക്ക് ചെയ്തു കഴിഞ്ഞാൽ, ഇനിയും എത്ര ദരിദ്രനായാലും ഒരു ഗതിയില്ലാത്തവനായാലും വൃത്തിയായിട്ടൊരു ഗണപതിയും ഭഗവത് സേവയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 41 ദിവസത്തിനകം അയാളുടെ ആ സ്ഥിതിയിൽ ഒരു കാര്യമായ ഉന്നതി ഉണ്ടാവും. അത് ചെയ്യുന്ന കർമ്മയുടെയും അത് അനുഗ്രഹം തരുന്നത് ഭഗവതിയാണ്. ഭഗവതിയുടെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഗണപതിയും ഭഗവത് സേവ എല്ലാവരും ചെയ്യാറുണ്ടെങ്കിലും ഇതിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി എല്ലാവർക്കും വ്യക്തമായ ഗ്രാഹ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം വ്യക്തമായ ഗ്രാഹ്യം ഇല്ലാത്തവർക്കായിട്ട് ഈ അറിവ് പകർന്നു തരുന്നു. എല്ലാവർക്കും ഇതുകൊണ്ടൊരു മാറ്റം, ഇത് ഉൾക്കൊണ്ടുകൊണ്ടൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.